നോക്കണേ, റിയാസിനെതിരെ ടോർച്ച് സുര വരെ ഡയലോഗ് അടിക്കുന്നു. സാധാരണഗതിയിൽ ഒരു മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആരാണ് ആ ഡയലോഗ് അടിക്കുന്നത് നോക്കും. ഇത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനകത്തോ ഇനി എന്തിനേറെ പറയുന്നു കേന്ദ്രന്മാർക്കോ ഒരു വിലയുമില്ലാത്ത കുറെ കഥാപാത്രങ്ങളെ നമ്മുടെ നാട്ടിലെ താരങ്ങളാക്കി മാപ്രകൾ കൊണ്ടു നടക്കുകയാണ്. അതിലൊരെണ്ണമാണ് ടോർച്ച് സുര. ഇന്നിപ്പോൾ രാവിലെ ഇയാളുടെ പ്രതികരണം എന്തിനാണ് എടുക്കുന്നത്? ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വി മുരളീധരനോ ബാക്കിയുള്ള ഏതെങ്കിലും സംസ്ഥാന നേതാക്കന്മാരുടെ പ്രതികരണവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ടോർച്ച് സുര ഇപ്പോൾ രായി പെട്ടിയെടുക്കുന്നതും ഒരു ക്വാളിറ്റിയായി മാറിയിട്ടുണ്ടോ? ഇത് നോക്കിയേ, റിയാസിനെതിരെ നിന്ന് ഡയലോഗ് അടിക്കുന്നത്. റിയാസിന്റെ പേര് പറയാനുള്ള യോഗ്യത മഹാനില്ല. എന്നിരുന്നാലും ഒരു വാടി പോലും നിന്നാലും ഇന്നും ജയിക്കാത്ത ചില മഹാനുഭാവന്മാരുടെയൊക്കെ വാചക കസർത്ത് കണ്ടാൽ വല്ലാത്ത ജാതി തൊലിക്കെട്ടി തന്നെ എന്ന് പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെയും കൂടെ ക്ഷണിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബകാര്യമല്ല, ഇത് കേരളത്തിന്റെ പൊതുകാര്യമാണ്. കേരളത്തിന്റെ പൊതുകാര്യത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി റിയാസിനെയും കൂടെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം PMOയിൽ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. മരുമോയ്, അമ്മായി, അച്ഛൻ, കാര്യം രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചില സംഘികൾ. ഇവരുടെ വീടുകളിലും ഇങ്ങനെയൊക്കെയാണ്. കാര്യം സുരേഷിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവിനെ വിളിച്ചാൽ അവിടെ വലിഞ്ഞു കയറി പോകുന്ന വ്യക്തിയാണ് സുരേഷ്. സുരേഷിന്റെ വീട്ടിൽ ഒരു കല്യാണം വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഭാര്യയുടെ പിതാവിനെ വന്ന് ആരെങ്കിലും കല്യാണം വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മരുമോൻ എന്നുള്ള നിലയ്ക്ക് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്വഭാവമാണ് നാട്ടിലെ എല്ലാവർക്കുമെന്ന് ഇദ്ദേഹം കരുതുകയാണ്. കാര്യം വീട്ടിൽ കണ്ടതല്ലേ നാട്ടിൽ പറയാൻ പറ്റൂ. അതുകൊണ്ട് അച്ചു വീട്ടിൽ കിടക്കുന്ന ടീംസിന് ഈ ഡയലോഗൊക്കെ ഒരു അലങ്കാരം പോലെയാണ്. കാര്യം വ്യക്തിയെ റദ്ദാക്കാൻ, അയാളുടെ മതം പ്രശ്നമായതുകൊണ്ട് അയാളെ ഒഴിവാക്കിയതിനു ശേഷം ആ പദ്ധതിയുമായി ബന്ധമില്ലാത്ത മറ്റ് 2 മന്ത്രിമാരെ വിളിച്ച് ഹിന്ദു സമ്മേളനമാക്കി മാറ്റാൻ ശ്രമിച്ചതിന് ശേഷം ആ വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി മരുമോൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളൊക്കെ കുറച്ചെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളതാണോ? അല്ല.